ക്രിയേറ്റീവ് കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വയലാർ അനുസ്മരണവും വയലാർ കവിതാ പുരസ്കാര സമർപ്പണവും നവംബർ 2 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാളത്തിന്റെ അനശ്വര കവി വയലാർ രാമവർമ്മയുടെ 50ാമത് സ്മൃതി ദിനം കാഞ്ഞങ്ങാട്ടെ കലാസാംസ്കാരിക വേദിയായ ക്രിയേറ്റീവ് കാഞ്ഞങ്ങാട് വിപുലമായ പരിപാടികളോടെ ആചരിക്കും. നവംബർ 2 ഉച്ചയ്ക്ക് 2:30 ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന പരിപാടികൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്ത് വയലാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ക്രിയേറ്റീവ് പ്രസിഡന്റ് സുകുമാർ ആശീർവാദ് അധ്യക്ഷത വഹിക്കും. ക്രിയേറ്റീവ് സെക്രട്ടറി വിനോദ് ആവിക്കര സ്വാഗതം പറയും. ഡോക്ടർ P. മഞ്ജുള വയലാർ കവിതാ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. വയലാർ കവിതാ രചനാ മത്സരത്തിൽ വിജയം നേടിയ വിദ്യാർത്ഥിക്ക് കോഴിക്കോട് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ക്രിയേറ്റീവിന്റെ രക്ഷാധികാരിയുമായ ഡോക്ടർ ഖാദർ മാങ്ങാട് വയലാർ പുരസ്കാരം സമർപ്പിക്കും. ക്രിയേറ്റീവ് കാഞ്ഞങ്ങാടിന്റെ പുതിയ അംഗങ്ങൾക്കായി ഏർപ്പെടുത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, അംഗത്വ വിതരണം പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും ക്രിയേറ്റീവിന്റെ ഉപദേഷ്ടാവുമായ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നിർവഹിക്കും. കവിതാ രചനാ മത്സരം സംഘടിപ്പിച്ചു എന്നുള്ളത് വളരെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. സാധാരണ ഇത്തരം അനുസ്മരണ പരിപാടികളുടെ കൂടെ ഗാനാലാപന മത്സരങ്ങളാണ് സ്ഥിരമായിട്ട് ആളുകൾ സംഘടിപ്പിക്കുക. രചനാ മത്സരങ്ങൾ കൂടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രിയേറ്റീവ് എന്ന വാക്ക് സർഗാത്മകതയുടെ ഒരു പര്യായം എന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് കൂടുതൽ അർത്ഥവത്തായിട്ട് മാറുകയാണ്. അതിന്റെ സംഘടന, അതിന്റെ ദൗത്യം വളരെ കൃത്യമായി പൂർത്തിയാക്കുകയാണ് എന്ന് പറയാൻ പറ്റും. ഇവിടെ ഏതാണ്ട് 10ഓളം കവിതകളാണ് നമ്മുടെ ജില്ലയിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ചത്. അതില് നമ്മൾ തെരഞ്ഞെടുത്ത 1ാം സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് ശിവദ പൂക്കൾ എഴുതിയ അത് ഞാൻ തന്നെ എന്ന കവിതയാണ്. ശിവദ വള്ളിക്കോത്ത് മഹാകവി P. സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ച് വയലാർ ഗാനങ്ങൾ ആസ്പദമാക്കി ഡോക്ടർ K. വിദ്യ നൃത്താവിഷ്കാരം അവതരിപ്പിക്കും. തുടർന്ന് പ്രമുഖ ഗായകൻ അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ വയലാർ സ്മൃതി ഗീതങ്ങളും അരങ്ങേറും. കണ്ണൂർ സർവകലാശാല മുൻ മലയാള വിഭാഗം തലവനും ക്രിയേറ്റീവ് രക്ഷാധികാരിയുമായ ഡോക്ടർ AM ശ്രീധരൻ, ഡോക്ടർ KV സജീവൻ, ഡോക്ടർ P. മഞ്ജുള എന്നിവരടങ്ങിയ ജഡ്ജിംഗ് പാനലാണ് വയലാർ കവിതാ പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്രിയേറ്റീവ് പ്രസിഡന്റ് സുകുമാർ ആശീർവാദ്, സെക്രട്ടറി വിനോദ് ആവിക്കര, ക്രിയേറ്റീവ് ഉപദേഷ്ടാവ് ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, ഡോക്ടർ KV സജീവൻ, ഡോക്ടർ P. മഞ്ജുള, ക്രിയേറ്റീവ് ട്രഷറർ സത്താർ ആവിക്കര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.